വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. ഒരുക്കങ്ങൾ കൂടുതൽ ബ്യൂട്ടിഫുൾ ആവുന്നു. സ്വപ്നങ്ങളിൽ പുത്തൻ വർണ്ണങ്ങൾ നിറഞ്ഞെത്തുന്നു. ഇനി ഓരോ കല്യാണങ്ങളും ആഘോഷങ്ങളും കളർഫുൾ ആവുന്നു. നിങ്ങളുടെ മനസ്സറിഞ്ഞ കളക്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അനേകം സെലക്ഷനുകളുമായി നിങ്ങൾ ആഗ്രഹിച്ച വിലക്കുറവിൽ വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം കുറ്റപ്പെടുത്തേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തോൽവിയിൽ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPI സംസ്ഥാന കൗൺസിലിലെ ചർച്ചകൾക്ക് മറുപടി പറയുകയായിരുന്നു ബിനോയ് വിശ്വം. 2019 പരാജയത്തിലും മുഖ്യമന്ത്രി വിമർശിച്ചവർ ഉദ്ഘാടനത്തിന് പിണറായിയുടെ പിന്നാലെ നടന്നിട്ടുണ്ട്. തോൽവി സംഭവിച്ചുവെന്ന് പറഞ്ഞ് ഒരാളെ ക്രൂശിക്കേണ്ട കാര്യമില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തെറ്റ് ചൂണ്ടിക്കാട്ടിയതിന് SFIയും AISFും തെരുവിൽ പോരടിക്കേണ്ട, എന്നാൽ തെറ്റുകൾ കണ്ടാൽ ഇനിയും പറയണമെന്നും യോഗത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു. പുതിയ SFIക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ലെന്നും തിരുത്താൻ തയ്യാറാകണമെന്നും ബിനോയ് വിശ്വം നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ CPMന്റെ ഭാഗത്തു നിന്നും ബിനോയ്ക്കെതിരെ വലിയ തോതിലുള്ള വിമർശനമുണ്ടായി. CPI സംസ്ഥാന കൗൺസിലിലെ ചർച്ചയിൽ ബിനോയ് വിശ്വം പിണറായിക്കെതിരെയും SFIക്കെതിരെയും മൃദു സമീപനം സ്വീകരിച്ചത് ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.